കുറച്ച് നാളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന റീല് കുറച്ചധികം സെയിം റിപ്പീറ്റഡ് സാധനം ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യണത്. സംഭവം വേറൊന്നുമല്ല. ഈ നമ്മുടെ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എന്നുള്ള സംഭവം വളരെ മോശമാണ്, നെഗറ്റീവാണ്. അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി പോണ ആൾക്കാർക്കൊക്കെ ബെറ്റർ ഓപ്ഷൻസ് വേറെ ഉണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് ഇത് ഒരുമാതിരി എന്താ പറയുക, ട്രെൻഡ് പോലെ ഇങ്ങനെ ആൾക്കാർ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറയുന്ന, ഞാനൊരു ഇൻഫ്ലുവൻസർ അല്ല, ഞാൻ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ്ലി സംഭവം കാണാൻ നേരത്ത് ഞാനിപ്പോൾ വേറെ സ്ഥലത്ത് ചെന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യണ പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ ഞാനോർത്ത് ഇതൊരു വീഡിയോയിലൂടെ എൻ്റെ ഒരു സംഭവം, അതായത് എൻ്റെ ഈ ചാനൽ ഇത്രയും ഏകദേശം എന്താ പറയുക 2000 പേര് ഉണ്ടെന്ന് തോന്നുന്നു സബ്സ്ക്രൈബേഴ്സ് ആയിട്ട്. അപ്പോൾ അവരെല്ലാവരും ഒരു നഴ്സിംഗ് ഹൗസ് ഫുള്ളും കണ്ടൻ്റ് അല്ലാതെ ഞാൻ വേറെ ഇതിൻ്റെ അകത്ത് വേറൊരു കണ്ടൻറ്റും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ അവരിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ജർമ്മനിയിൽ വന്നിട്ടുണ്ടാവാം, ഫസ്റ്റ് ഇയർ ഒക്കെ ആയിരിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എടുത്ത തീരുമാനം പൊട്ടത്തരമായി പോയോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്, അല്ലെങ്കിൽ നാട്ടിലിരുന്നുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കണ, അല്ലെങ്കിൽ ഈ നെഗറ്റിവിറ്റീസൊക്കെ കണ്ട് കൺഫ്യൂസ്ഡ് ആണ്, എന്ത് ചെയ്യണം അറിയാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇത് പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല, അതായത് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ബ്രേക്ക് ടൈമാണ്, നൈറ്റ് ആയതുകൊണ്ട് ബ്രേക്ക് 45 മിനിറ്റാണ്. അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ ഇവിടെ വേറെ എന്താ പറയുക, വേറൊരു ഇൻഫർമേഷൻ തരുന്ന എൻ്റെ പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് കറീറ്റാസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിലാണ്. അപ്പോൾ അത് എനിക്ക് ഫ്രീ ആയിട്ട് എനിക്ക് തന്നെ പറയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ വേറെ ഡാറ്റ ഇൻഷുറൻസിൻ്റെ പ്രശ്നമൊന്നുമില്ല, ജർമ്മനി ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഇതൊന്നും കൂടി എടുത്ത് പറയണത്. അപ്പോൾ ഈ കണ്ടുവരുന്ന ഈ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും പറയുന്നത്, ഞാൻ ആദ്യം ഓർത്ത് ഈ റീലൊക്കെ എല്ലാം കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും ഓർത്താൽ. പക്ഷേ അത് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, കാരണം എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് പറയാനായിട്ട്. അപ്പോൾ അതേപോലത്തെ ഞാനതും റെസ്പെക്റ്റ് ചെയ്യുന്നത്, എല്ലാവരും ഓരോരോ പെർസ്പെക്റ്റീവാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ഈ ഹൗസ് ബിൽഡിംഗ് നെഗറ്റീവാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നവരോട് കുഴപ്പമൊന്നുമില്ല. അത് അവരുടെ ഒപ്പീനിയനാണ്, വേറെ ബെറ്റർ ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ എനിക്ക് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ നഴ്സിംഗ് എന്നുള്ളൊരു ഫീൽഡ് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തിട്ട് വന്ന ഒരാളല്ല. അതായത് എനിക്ക് ജർമ്മനിയിലേക്ക് ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം എനിക്ക് ഓഫീസിലിരുന്നുകൊണ്ട് അടച്ചുകൂട്ടിയിരുന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്കൂബ ഡൈവിംഗ് ആണ് ആദ്യമായിട്ട് പോയിട്ട് പഠിച്ച സംഭവം. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ അകത്തേക്കൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ഒരു ഓഫീസ് ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായതാണ് എനിക്ക് പറ്റില്ല. അപ്പോൾ എനിക്ക് പുറത്തിറങ്ങി നടക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻ്റ് ഒക്കെ ഉള്ള ആൾക്കാരോട് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു സംഭവമാണ്. അപ്പോൾ എനിക്ക് നഴ്സിംഗ് എന്നുള്ളൊരു സംഭവം എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ ഒരു നേഴ്സാവും എന്നുള്ള രീതിയിൽ. പക്ഷേ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്നു, B2 ലാംഗ്വേജ് പഠിച്ചു. സത്യം പറഞ്ഞാൽ ജർമ്മനിയിലേക്ക് വരികാനായിട്ടുണ്ടായിരുന്ന ഒരു പോസിബിലിറ്റി ആയിട്ടാണ് ഞാൻ കണ്ടത്. എന്ന് വെച്ചുകൊണ്ട് ഞാൻ പഠിക്കുന്ന കാര്യത്തിലും ഇതിലും എൻ്റെ ചെയ്യണ ജോലിയിലും ഉഴപ്പും എഫേർട്ട് ഇടാതെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് 2 വർഷം ആയിക്കൊണ്ടിരിക്കണ്. അപ്പോൾ ഇത്രയും നാളായിട്ട് പോലും ജോലി തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് ഓൾറെഡി എന്താ പറയുക, വൈറ്റർ ബിൽഡിംഗ് എന്നൊക്കെ പറയും, അതായത് തുടർന്ന് വേറെ പഠിക്കാനായിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റീസൊക്കെ വന്നു കഴിഞ്ഞ്, അപ്പോൾ ഞാനിങ്ങനെ ഞാൻ എന്നെ പൊക്കി പറയണല്ല, അതായത് ഞാൻ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നൊരു ജോലിയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഈ ജോലി ഇഷ്ടമല്ല. ശരിക്കും എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നഴ്സിംഗ് എന്നുള്ള ജോബ് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് ജർമ്മനിയിലേക്ക് ഈ ഒരു ലാംഗ്വേജ് പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും എൻ്റെ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് അങ്ങോട്ട് മാറിക്കിട്ടി. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ B2 പഠിച്ച് കഴിഞ്ഞിട്ട് വേറെ കുറേ സംഭവത്തിൽ പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിലും എളുപ്പത്തിൽ പറ്റില്ല എന്നുള്ളത്. സംഭവം വേറൊന്നുമല്ല, എൻ്റെ പോയിൻ്റ് ഓഫ് ടൈമിൽ ഞാൻ ആ സമയത്ത് നോക്കിയപ്പോഴേക്കും എനിക്ക് ഈ 10, 15, 20 ലക്ഷമൊക്കെ കൊടുത്ത് പഠിക്കാനായിട്ടുള്ള ഫണ്ട് എൻ്റെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേക്കും ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി വരാൻ വേണ്ടി പറ്റും. ഇത് പഠിക്കാൻ വരാൻ വേണ്ടി മാത്രമല്ല, സംഭവം നമുക്ക് പൈസ ഇങ്ങോട്ട് തന്ന് പഠിപ്പിക്കും. ഞാൻ 2018 തോന്നുന്നു തുടങ്ങിയത്. ആ സമയത്ത് ഈ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് സംഭവം വലിയ ഇതൊന്നും ആയിട്ടില്ല, വളരെ ആൾക്കാർ കുറവായിരുന്നു. ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയത് തന്നെ ഞാൻ പേഴ്സണലി 2018 സമയത്തൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴേക്കും ഒരു കണ്ടന്റ് ക്രിയേറ്റർ പോലും നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാനിപ്പോൾ ആ ചാനൽ ആ സമയത്ത് ഞാൻ തുടങ്ങിയത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ പറഞ്ഞു വരുന്ന രീതി അനുസരിച്ചിട്ട് എനിക്ക് ആ സമയത്ത് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല, ആ പൈസ ഉണ്ടായിരുന്നില്ല, എനിക്ക് ഫണ്ട് ഉണ്ടായിരുന്നില്ല ഇങ്ങോട്ട് വന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇങ്ങോട്ട് വരാനും പറ്റും, പൈസ ഇങ്ങോട്ട് കിട്ടി എനിക്ക് പഠിക്കാനും പറ്റും. ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്യുന്നില്ല കേട്ടോ, എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുന്നതേ ഉള്ളൂ, അതായത് ഫ്രണ്ട്സിനോട് പറയുന്ന പോലെ. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കിത് വളരെ നല്ലൊരു
ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഈ B2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബാച്ചിലർ ചെയ്യാൻ വേണ്ടി അത് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ബേസിക് B2 ഉണ്ടെന്നുണ്ടെങ്കിൽ B2 വെച്ചിട്ട് ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. ഞാൻ വന്നിരുന്ന സമയത്ത് ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട്, അതായത് ജസ്റ്റ് നിസ്സാരമായിട്ടുള്ള സെമസ്റ്റർ ഫീസ് എനിക്ക് തോന്നുന്നു ഒരു സെമസ്റ്ററിന് €200 €300 എന്തോ ആയിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് അറിയില്ല. അപ്പോൾ പഠിക്കാൻ നേരത്ത് ഈ C1 ഉണ്ടെങ്കിലെന്നാണ് എൻ്റെ ഒരു അറിവിലുണ്ടായിരുന്നത്. ഇതിപ്പോൾ എൻ്റെ അറിവില്ലായ്മയായിരിക്കാം. B2 വെച്ചിട്ട് ഡയറക്റ്റ് ബാച്ചിലർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെന്ന് വിചാരിക്കുക, അതായത് ഒരു കോഴ്സ് ചെയ്തിട്ട് പഠിക്കാണ്ട് ഒരു 10, 15, 20 ലക്ഷം രൂപയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹൈ മാർക്സ് ഉണ്ട്, നിങ്ങൾക്ക് ജർമ്മനിയിൽ ഒരുപാട് സ്കോളർഷിപ്സ് അവൈലബിൾ ആണ്. കിട്ടാനായിട്ട് ഇത്തിരി പേപ്പർ വർക്ക് ഉണ്ട്, പക്ഷെ എന്നാലും അച്ചീവബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതും ഒരു ഓപ്ഷനാണ്. അപ്പോൾ B2 ഉണ്ടെന്ന് കരുതി നിങ്ങൾ എല്ലാവരും നേഴ്സിങ്ങിന് വന്നോന്നില്ല. മറ്റുള്ള കുറേ ഹൗസ്ഫുള്ളും പോസിബിലിറ്റീസ് ഉണ്ട്. ഈ IT ഹൗസ്ഫുള്ളിങ് ഇപ്പം അത്യാവശ്യം ഡിമാൻഡ് കൂടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഹോട്ടൽ മാനേജ്മെൻറ്റ്, അതും ഡിമാൻഡല്ല കൂടി വന്നിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേഴ്സിംഗ് എന്നുള്ള സംഭവം ഇത്രയും പോപ്പുലാരിറ്റി വരാൻ കാരണം വിസ പ്രോസസ്സ് എളുപ്പമാണ്. ഇവർ വിസ പ്രോസസ്സ് ഭയങ്കര ഈസി ആയിട്ട് വിട്ട് കൊടുത്തേക്കുന്നതാണ്. കാരണം ഈസി ആയിട്ടെന്ന് വെച്ചാൽ പേപ്പർ ഇല്ല എന്നുള്ള രീതിയിൽ കയറി വരാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ക്ഷമിക്കുന്ന പരിപാടിയൊന്നുമില്ല, പേപ്പർ എല്ലാം വേണം. പക്ഷേ നമ്മളെ ഇന്ത്യ പോലെയുള്ള ഒരു തേർഡ് വേൾഡ് കൺട്രീസിൽ നിന്ന് ആൾക്കാർ കയറി വരാൻ കാരണം നമ്മളുടെ യൂറോപ്പിലെ കൾച്ചറും രീതിയൊക്കെ വെച്ചിട്ട് വീക്കെൻഡ് ഷിഫ്റ്റ്, പിന്നെ റൊട്ടേറ്റിംഗ് ഷിഫ്റ്റ്, അതായത് നൈറ്റ് ഷിഫ്റ്റ് എടുക്കേണ്ടി വരും, ലേറ്റ് ഈവനിങ് ഷിഫ്റ്റ് എടുക്കേണ്ടി വരും, ഏർലി മോർണിംഗ് ഷിഫ്റ്റ്, അതായത് ഓഫീസ് ജോബിൻ്റെ ടൈമല്ല നമ്മളുടെ ഈ നഴ്സിംഗ് എന്നുള്ള ജോബിന്. അപ്പോൾ അതിന് പൊതുവേ ജർമ്മനിയിലുള്ള ആൾക്കാർ കുറച്ച് പുറകോട്ട് മടിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണ്. അത് കൂടാതെ നമ്മുടെ യൂറോപ്പിൽ നിന്ന് മറ്റുള്ള സ്ഥലത്തു നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും അവരും ലാംഗ്വേജ് പഠിച്ചിട്ട് ഈ ഒരു ജോലിയിലേക്ക് വരാനായിട്ട് സാധ്യതയില്ല. കാരണം യൂറോപ്യൻ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യാനായിട്ട് വിസയുടെ ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വരുന്നു, എന്തെങ്കിലും ഒരു ജോബ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ജോബിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഔസ്ലാൻഡ് അവരുടെ സ്വന്തം എംബസീനെ ജസ്റ്റ് ഒന്ന് അറിയിച്ചാൽ മാത്രം മതിയാവും. അതല്ലാതെ ഇവിടെ നമ്മൾക്ക് വിസ പുതുക്കി അങ്ങനെ ജീവിക്കേണ്ട ആവശ്യമില്ല യൂറോപ്യൻ സിറ്റീസിന്. അപ്പോൾ അവരൊരു കാരണവശാലും നഴ്സിംഗ് ജോബ് എടുക്കാനായിട്ട് സാധ്യതയില്ല. കാരണം ഈ പറഞ്ഞ പോലെ യൂറോപ്പിൽ നിന്നൊക്കെ പറഞ്ഞ പോലെ ഈ എന്താ പറയുക, ഈ നഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഈ പേഴ്സണൽ കെയറിങ്, അതായത് വാഷിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, അത് കുളിപ്പിക്കുക പരിപാടിയെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അത് എത്ര പേര് അങ്ങനെ ചെയ്യുമെന്ന് അറിയില്ല. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ ഇന്ത്യക്കാരെ അറിയാമല്ലോ, ഇന്ത്യക്കാരും മലയാളികളൊക്കെ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ അങ്ങനെയാണ് ഈ സംഭവം ഓപ്പർച്യൂണിറ്റി കൂടി പെട്ടെന്ന് കയറി വരുന്നത്. പിന്നീട് സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ B1 വെച്ചിട്ടൊക്കെ കുറേ ആൾക്കാർ കയറി വന്ന് എന്നിട്ട് നഴ്സിംഗ് ചെയ്ത് നോക്കിയിട്ട് കോമ്പറ്റൻസ് എന്ന് വെച്ചാൽ എല്ലാവരും അല്ല കേട്ടോ, B1 A2 വെച്ചിട്ടുള്ള ആൾക്കാർ പോലും വളരെ സ്മാർട്ടായിട്ട് പേഴ്സണലി ക്യാരക്ടർ സ്മാർട്ടായത് കൊണ്ടിട്ട് ഈസി ആയിട്ട് അച്ചീവ് ചെയ്ത് പോയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ പറയുന്നില്ല, ഞാനും പേഴ്സണലി സ്മാർട്ടായിട്ടുള്ള ഒരാളല്ല. പക്ഷേ ഞാൻ പഠിച്ചിട്ട് ആ ഒരു സ്കില്ല് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു, അതായത് നമ്മളുടെ ആ സ്മാർട്ട്നെസ് കാണിക്കാൻ അങ്ങനെ ചാടിക്കുന്ന ഒരു ആളല്ല, എല്ലാവരും ഇടിച്ച് കയറി പരിചയപ്പെടുന്ന ഒരാളുമല്ല. അപ്പോൾ എൻ്റെ ആ ഒരു രീതി വെച്ചിട്ട് ഞാൻ ചെയ്യുന്നു. നമ്മളുടെ ആ ഒരു എന്താ പറയുക, പഠിക്കാനായിട്ടുള്ള സ്കില്ലല്ലേ, മനസ്സിലാക്കാനായിട്ടുള്ള സ്കില്ലൊക്കെ വെച്ചിട്ട് കാര്യങ്ങൾ എങ്ങനെ നോക്കി കണ്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ വെച്ചിട്ടാണ് ഞാൻ പിടിച്ചിരിക്കണമെന്ന് പറയാൻ പറ്റില്ല, ഞാൻ എൻ്റെ ജോലി ചെയ്തു പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ B1 വെച്ചിട്ടൊക്കെ കുറേ ആൾക്കാർ കയറി വന്നു. അപ്പോൾ അവർക്കൊക്കെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ 6 മാസത്തിനുള്ളിൽ ആ ഒരു ക്വാളിറ്റി ലെവൽ ഇല്ലയെന്ന് കാണണമെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ആൾ എന്തുമാത്രം ഡെവലപ്പായി തേർഡ് ഇയർ എക്സാം അറ്റൻഡ് ചെയ്യും, അല്ലെങ്കിൽ എന്തുമാത്രം ഡെവലപ്പായി വരും എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ചെറിയൊരു പൊട്ടൻഷ്യൽ മനസ്സിലാവും. അപ്പോൾ പൊട്ടൻഷ്യൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ യൂഷ്വലി എംപ്ലോയർ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഞങ്ങൾ പുറത്താക്കും. അതായത് 6 മാസം ടെമ്പററി പീരീഡ് പോലത്തെ സംഭവമാണ്. കാരണം ഒരു സ്ഥാപനത്തിൽ നമുക്കിഷ്ടം പോലെ സ്റ്റുഡൻസിനെ ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റില്ല. അവിടെ പ്രാക്ടീസ് അനലൈറ്റെന്നൊരു സംഭവമുണ്ട്. അതായത് നമ്മളുടെ ഒരു സ്കൂളിൽ ടീച്ചേഴ്സ് പോലെ വർക്ക് പ്ലേസിലുള്ള ഒരു ടീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം, നമ്മളെ ഗൈഡ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഒരു പ്രാക്ടീസ് അനലൈറ്റർ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഗൈഡ് അപ്പോൾ ആ ഒരു ഗൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗൈഡ് പ്രാക്ടീസ് അനലൈറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം വെച്ചിട്ട് ഇത്ര സ്റ്റുഡൻസിനെ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ പേരെ ക്വാളിറ്റി ഇല്ല എന്നുള്ള, അല്ലെങ്കിൽ വേണ്ടത്ര ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുള്ള കാണാൻ നേരത്ത് ഇവർ പുറത്താക്കിയിട്ട് വേറെ ബാക്കിയുള്ള ആൾക്കാരെടുക്കും. അപ്പോൾ അങ്ങനെ കുറേ B1 വെച്ചിട്ട് കയറി വന്ന ആൾക്കാരെ അങ്ങനെ പുറത്താക്കിയിട്ടുണ്ട്. നഴ്സിങ്ങിന് ഞാൻ ഇപ്പോഴും പറയുന്നു B2 എടുത്തിട്ട് വരികയാണ് നല്ലത്. പറ്റുമെന്നുണ്ടെങ്കിൽ C1 ഒന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത്രയും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും, പ്രഷർ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർ ഞാൻ ജർമ്മനി വിടുന്നു.
എനിക്ക് ഈ ജീവിതം പറ്റൂല, എനിക്ക് തലയുയർത്തി അന്തസ്സായിട്ട് ജീവിക്കണം. ഇങ്ങനത്തെ രീതിയിലൊക്കെ കണ്ടൻ്റൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടിട്ട് ഇതിൻ്റെ മറ്റേ സൈഡ് പറയുന്നില്ല. എന്തുകൊണ്ടിട്ട് ഇവർക്ക് ഇങ്ങനെ ആയി എന്നുള്ള രീതിയിൽ. എന്നിട്ട് നാട്ടിൽ ചെന്നിട്ട് പച്ചപ്പുല്ല്, കുളം, മഴ, എന്നിട്ട് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കേറ്റിയിട്ട് ഇതാണ് ജീവിതം ജർമ്മനി ആ ഒരു ഇത്. അതും ഞാൻ പറയുന്നു ഞാനത് അങ്ങനത്തെ റീലുകളും എൻജോയ് ചെയ്യണം. അത് ഓരോരുത്തരുടെ പേഴ്സണലി ഉള്ള സംഭവമാണ്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് കുറേ സ്വപ്നങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അതായത് ഞാനിങ്ങനെ ജർമ്മനിയിൽ വന്ന് പഠിക്കാം ആ ഒരു രീതിയിലൊക്കെ. അപ്പോൾ അവരൊക്കെ ഇത് കാണാൻ നേരത്ത് അവരുടെ ഉള്ളിലൊരു ഡൗട്ടിൻ്റെ ആ ഒരു ചെറിയൊരു വിത്തിട്ട് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഈയിടെയായിട്ട് ഞാൻ ഈ കണ്ടുവന്നതാണ് ഈ പുതിയ ട്രെൻഡ്. അതായത് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആ ഒരു രീതിയിൽ മോശമാണ് നഴ്സിംഗ് ചെയ്യാന്നുണ്ടെങ്കിൽ മോശമാണെന്നല്ല, ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോഴും പറയുന്നു ഓഫ് കോഴ്സ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി ഇതിൻ്റെ വേറൊരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ജർമ്മനിയിൽ എത്ര പേര് അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ഒരു തരം ഡയറക്റ്റ് റേസിസം അല്ല. അതായത് നമ്മുടെ സ്കിന്നും കളറും നമ്മളുടെ ഒറിജിൻ എവിടെ നിന്നാണ് വരുന്നത് ഇതൊക്കെ ഉള്ള രീതിയിൽ വെച്ചിട്ടുള്ള റേസിസം അല്ല, അല്ലാണ്ടുള്ളൊരു പാസീവായിട്ടുള്ളൊരു സംഭവമുണ്ട്. അതായത് നിങ്ങൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാം. ഞാനിവിടെ ഉണ്ടെന്നുണ്ടെന്ന് വിചാരിക്കുക. ഞാനാണ് എൻ്റെ സ്റ്റേഷനിലെ ഹെഡ് നേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ഞാനാണ് ഉള്ള ആ ഒരു ലീഡ് ചെയ്യുന്ന ഒരു ആൾ എൻ്റെ ഈ സ്റ്റേഷനിൽ. അപ്പോൾ ഞാനിവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഒരു ഫിസിയോതെറാപ്പി വരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഒരു പുറത്തുനിന്നുള്ളൊരു നമ്മളിവിടുത്തെ റെസിഡൻസിൻ്റെ ബന്ധുക്കളോ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളായിരിക്കില്ല എന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ടായിരിക്കും ഇവർ എന്നോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഇതിനൊരു കാരണവശാലും അങ്ങനത്തെ ടൈപ്പ് സംഭവങ്ങളും റീസൺ കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രീതിയിലുണ്ട്. പിന്നെ നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും അല്ല കേട്ടോ, നേരെ ഓപ്പോസിറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ഞാനീ പറഞ്ഞ പോലെ ജർമ്മനിയിൽ മാത്രമല്ല എല്ലാ രാജ്യത്തും ഈ സംഭവങ്ങളുണ്ട്. ഇപ്പം നമ്മൾ കേരളത്തിലാണെങ്കിൽ പോലും ഞാനത് ഇവിടെ വന്നപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചത്, എൻ്റെ ഭാഗത്ത് തെറ്റാണ്. ഇപ്പോൾ നമ്മൾ ഈ ബംഗാളി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് ആ ഒരു രീതിയിൽ, അതിപ്പോൾ നമ്മൾ ഈ ജർമ്മനിയിൽ വന്ന് ഇവിടെ എത്തിക്കഴിയാൻ നേരത്ത് ഞാൻ അപ്പോഴാണ് ആ ഒരു സിറ്റുവേഷൻ മനസ്സിലായത്. അതായത് നമ്മൾക്ക് ബംഗാളിൽ നിന്ന് അവിടെ പണിയെടുക്കുന്ന ആൾക്കാർ ബംഗാളികൾ എന്നുള്ള രീതിയിൽ എല്ലാവരും അല്ല, നാട്ടിൽ ഞാൻ പറയുന്നത് ബംഗാളികളെ തോളത്ത് കയറ്റി നടക്കുന്ന ആൾക്കാരൊക്കെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ കളിയാക്കണം, ആ ഒരു രീതിയിൽ നമ്മളവരെ കാണുന്നു എന്നുള്ള രീതിയിലുള്ള കോൺസെപ്റ്റുകൾ ഞാൻ പേഴ്സണലി ഇങ്ങനെ എനിക്കങ്ങനെ മനുഷ്യനാ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ ബംഗാളി എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ. അപ്പോൾ ഞാനിവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇപ്പം നമ്മൾ ജർമ്മനിയിലെ ബംഗാളികളാണ് നമ്മളെന്നുള്ള രീതിയിൽ. അതായത് നമ്മളവിടെ എത്ര നല്ല രീതിയിൽ കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താലും ആ ഒരു ഇത് അവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മളാ സ്വന്തം ഒരു നാട്ടുകാരനെ പോലെ കാണുന്ന ജർമ്മൻകാരും ഉണ്ടാവും. എനിക്ക് അങ്ങനത്തെ ഉള്ള ആൾക്കാരായിട്ടാണ് ഇവിടെ കൂടുതലും പരിചയം ഉള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നെഗറ്റീവ് വീഡിയോ വന്നുകൊണ്ടിരിക്കുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ മറ്റുള്ള ബാച്ചിലർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നല്ല ജോലി കിട്ടും, ഹൈ സാലറിയാണ്, ഇതാണെന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ജർമ്മനിയിലെ എൻജിനീയറിംഗ് ഫീൽഡാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ജർമ്മനിയിലെ കോസ്റ്റ് ഈ കഴിഞ്ഞ ശേഷം യുക്രൈൻ റഷ്യ വാറൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ കാര്യങ്ങൾ ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ഇതൊക്കെ ബേസിക് ഫ്രണ്ട് പേജിൽ വരുന്ന ന്യൂസുകളല്ല. ഫോർ എക്സാമ്പിൾ ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജർമ്മനിയിലെ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ മറ്റേ ബോഷ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്, അത് ജർമ്മനിയിൽ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അവരുടെ കമ്പനി റൺ ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ ഗ്യാസ് മേടിച്ചുകൊണ്ട് വെച്ചാൽ റഷ്യ എന്നായിരുന്നു. അപ്പോൾ വോർ സംഭവിച്ചു, അതൊക്കെ കട്ടായി. ഇപ്പോൾ അവർ ഏകദേശം 40,000 പേരെയാണ് ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് അവർ മൊത്തത്തിൽ പറഞ്ഞു വിട്ടത്. ഒരു ഫുൾ പ്ലാന്റ് ചൈനയിലേക്ക് കൊണ്ടുപോയിട്ട് ചൈനയിൽ നിന്ന് പ്രൊഡക്ഷൻ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതൊക്കെ ഫ്രണ്ട് പേജിൽ നമ്മളെ ഈ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസേഴ്സ് കാര്യങ്ങളൊന്നും ഇത് നമ്മളൊന്നും പറഞ്ഞു തരാനായിട്ട് വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ പറയുകയാണ് ഇങ്ങനത്തെ ന്യൂസൊന്നും പുറത്തേക്ക് അധികം വരില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ പറയുന്ന ഏത് ഫീൽഡാണ് ജർമ്മനിയിൽ ഡിമാൻഡ് ഉള്ളതായിട്ടുള്ളത് ഹെൽത്ത് കെയർ എന്നുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് കെയറിൻ്റെ എല്ലാം ഹോസ്പിറ്റൽ, നഴ്സിംഗ്, ഓൾഡ് ഏജ് ഹോംസ്, ഫിസിയോതെറാപ്പി സെഷൻസ്, അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ആ ഒരു ഫീൽഡ് വളരെ ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേറൊരു വശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാൻസ് കൂടുതലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനിവിടെ ജോലി ചെയ്യുന്നത് 2 പേരുടെ ജോലി ഒരാൾ ചെയ്യുന്നു. അതായത് ഫിസിക്കൽ ലേബർ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. എനിക്ക് നല്ല രീതിയിൽ പ്രശ്നമുണ്ട്. എന്നെ പല ദിവസങ്ങളിലും വർക്കിൽ നിന്ന് എന്നെ മാറ്റി ഇട്ടിട്ട്
ചില സമയങ്ങളിൽ ഇത്ര മണിക്കൂറുകളോളം വർക്കിലേക്ക് ഇറങ്ങേണ്ട, പകരം ഡോക്യുമെൻ്റ് പേപ്പർ വർക്കും കാര്യങ്ങളും ചെയ്ത് തീർക്കാനായിട്ടുള്ള രീതിയിൽ ഇടാറുണ്ട്. അപ്പോൾ എന്താ പറയുക, 2 പേരുടെ ജോലിയാണ്. ഞാൻ ഇപ്പോൾ ഈ നഴ്സിങ്ങും ഹെൽത്ത് കെയർക്കും നല്ല ചാൻസ് ഉണ്ടെന്ന് പറയുന്നതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം. അതായത് നഴ്സിങ്ങിൽ മോശമാണ്, ഈ ജോലി കൊള്ളാത്ത ജോലിയാണെന്ന് പറയുന്നതിൻ്റെ കാരണം, ഇവിടെ ഇപ്പോൾ ജർമ്മനിയിൽ എല്ലായിടത്തും നിങ്ങൾക്ക് പരിചയമുള്ള ആരുടെ സ്ഥലത്താണെന്നെങ്കിലും ഫ്രണ്ട്സൊക്കെ ജർമ്മനിയിലാണെങ്കിൽ വിളിച്ച് ചോദിക്കുക, നഴ്സിങ്ങിലുള്ളവരാണെങ്കിൽ വിളിച്ച് ചോദിക്കുക, നിങ്ങൾ അവിടെ നഴ്സിങ്ങിന് ഹാപ്പി ആണോ എന്ന് ചോദിക്കുക. 90% പേരും പറയാൻ വേണ്ടി പോകുന്നത് ഹാപ്പി അല്ല, എന്തിനീ ജോലി എടുത്തു, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല ഈ ജോലി എടുക്കേണ്ടത്, അബദ്ധത്തിൽ വന്ന് പെട്ടുപോയതാണെന്നൊക്കെയുള്ള രീതിയിലേ പറയുള്ളൂ. ഇതിന് മറ്റു റിയാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ജോലിക്കാരില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഒരാൾ വർക്ക് ചെയ്യുന്നത് 2 പേരുടെ ജോലിയാണ് ഒരാൾ ചെയ്യുന്നത്. സംഭവം ജർമ്മനിയാണ് വൺ ഓഫ് ദി ഡെവലപ്ഡ് കൺട്രീസാണ് വേൾഡിലെ, യൂറോപ്പിലെ ബിഗ്ഗസ്റ്റ് എക്കോണമി ആണെങ്കിൽ പോലും നമ്മളുള്ള ഈ ഹെൽത്ത് കെയർ ഫീൽഡ് എന്ന് പറയുന്നത് ഉണ്ടർബെസെറ്റ്ഡ് എന്ന് പറയുന്നത്, അതായത് എന്താ പറയുക, ഇംഗ്ലീഷ് ഇപ്പോൾ മറന്നു തുടങ്ങി, വേണ്ടത്ര ജോലിക്കാർ ഈ ഫീൽഡിലില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നേഴ്സിംഗ് എന്നുള്ള സംഭവം ഹെയ്റ്റ് എന്നുള്ള രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് ഇതിൻ്റെ ഈ നെഗറ്റീവ്, അതായത് ജോബ് എന്നുള്ള രീതിയിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ ഒരു അവസരം കിട്ടി, വേറൊരു ജോബ് കിട്ടി, എനിക്കിപ്പോൾ കിട്ടുന്ന സാലറി വേറൊരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആ ജോലിയിലേക്ക് സ്വിച്ച് ചെയ്യും. അധികം ചിന്തിക്കാനൊന്നും നിൽക്കില്ല, പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്യും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ജോബ് എന്തുമാത്രം സേഫ്, അതായത് എൻ്റെ ഈ നഴ്സിംഗ് ജോബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഉള്ള വർക്ക് കോൺട്രാക്റ്റ് 90% കേസിലും ഹൗസ് ബിൽഡും കഴിഞ്ഞതിന് ശേഷം നമുക്ക് വർക്ക് കിട്ടുന്നത് ഉൻബെഫ്രിസ്റ്റത്തെ ആർബൈറ്റ്സെർലോബ്നിസ് എന്ന് പറയുന്ന ഒരു സാധനം. അതായത് നമ്മളുടെ വർക്കിൻ്റെ കോൺട്രാക്റ്റ് ഇത്ര വർഷത്തേക്കൊന്നുമുള്ളതല്ല, നമ്മളായിട്ട് എപ്പോൾ പോകുന്നു അപ്പോൾ വരെ ഈ കോൺട്രാക്റ്റ് വാലിഡാണ്. അതായത് നമ്മളുടെ ജോലിയിൽ നമ്മളുടെ എംപ്ലോയർ ഒരിക്കലും നമ്മളെ പറഞ്ഞു വിടില്ല. ഓഫ്കോഴ്സ് നമ്മൾ ടീമിൽ എന്താ പറയുക, ഈ എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ ഏതോ മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അപ്പോഴും പറഞ്ഞു വിടില്ല. കുറേ ഡിസ്കഷൻസ് മീറ്റിംഗ് ഒക്കെ വെച്ച് 3 പ്രാവശ്യം എന്തോ ഒരു വാർണിംഗ് ഒക്കെ തന്ന് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജോബ് സേഫ്റ്റി ഇത് പക്കയാണ്. ഈ പറയുന്ന ജോബ് സേഫ്റ്റി ഞാൻ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ബാച്ചിലർ ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ഫീൽഡിൽ റെസ്പെക്റ്റീവായിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ IT ഒരു ഫീൽഡിലേക്ക്, അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഫീൽഡിലേക്ക് ഇത് പോയിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി നഴ്സിങ്ങിന് ജോബ് സേഫ്റ്റി കൂടുതലാണ്. പിന്നെ ഇവിടെ ഞാനൊരു ഹൗസ് ബിൽഡിങ്ങിൻ്റെ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആയപ്പോഴേക്ക് IT ഹൗസ് ബിൽഡിങ്ങിലേക്ക് മാറാൻ വേണ്ടി ഒരാളെ കണ്ട് പരിചയപ്പെട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഹൗസ് ബിൽഡിങ് ചെയ്യാൻ നേരത്തുള്ള പേയ്മെൻറ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. അത് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കോഴ്സുകളൊക്കെ ചെയ്ത് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് എന്താ പറയുക എക്സ്പീരിയൻസ് ഒക്കെ നേടി കുറച്ച് അങ്ങനെ ആ ഒരു ലെവലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ സാലറി ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫീൽഡാണ് ഈ IT ഹൗസ് ബിൽഡിങ്ങിൽ തന്നെ 3 എണ്ണമായിട്ട് ഉണ്ടെന്നാണ് ഞാൻ നോക്കിയത്. സിസ്റ്റം ഇൻ്റഗ്രേറ്റർ എന്നുള്ളൊരു സംഭവമാണ് ഞാൻ നോക്കിയത്. എനിക്ക് വേറൊരു ചാനലും കൂടി ഉണ്ട്, അതിൻ്റെ അകത്ത് ഞാൻ PC ബിൽഡിംഗ് കണ്ടൻ്റാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ടെക്നോളജി PC ഹാർഡ്വെയർ എന്നുള്ള രീതിയിൽ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ ആ സമയത്തും എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്കൊരു പ്ലേസ് കിട്ടുന്നില്ല, കാരണം നമുക്ക് എക്സ്പീരിയൻസ് തെളിയിക്കാൻ പറ്റിയ സർട്ടിഫിക്കറ്റുകൾ അതിന് ആവശ്യമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് ഒരു പ്രാക്ടിക്കും എന്ന് പറയും, അതായത് ഒരു ഇൻറ്റേൺഷിപ്പ് പോലെ ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ ഹൗസ് ബിൽഡിങ്ങിന് ചാൻസ് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അതേപോലെ ഫിസിയോതെറാപ്പി ഹൗസ് ബിൽഡിങ് എനിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു, സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എംപ്ലോയർ കുറച്ചും കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് ഇടുന്നുണ്ട് നമ്മളെ പഠിപ്പിക്കാനായിട്ട്, നഴ്സിംഗ് പോലെയല്ല. അപ്പോൾ അതിലും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതാണ് മറ്റുള്ള ഹൗസ് ബിൽഡിങ്ങിൻ്റെ അവസ്ഥ. പിന്നെ ഈ ബാച്ചിലർ ഞാൻ പറയുന്നത് പോലെ നിങ്ങളുടെ കയ്യിൽ 2 രീതിയിൽ പഠിക്കാം, അതായത് പ്രൈവറ്റായിട്ടും പിന്നെ നമ്മളുടെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ രീതിയിലും. അപ്പോഴും ചെറിയ സെമസ്റ്റർ ഫീസ് മാത്രമേ വരുന്നുള്ളൂ. പ്രൈവറ്റായിട്ട് പഠിച്ചാൽ നല്ല എക്സ്പെൻസീവാണ്. അപ്പോഴും ഇതിനൊക്കെ ഈ പറയുന്ന പോലെ തന്നെ ഈ നഴ്സിങ്ങിന് വരാൻ പറ്റുന്ന പോലത്തെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ കുറച്ച് ആവശ്യമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പർട്ടിക്കുലർ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ജർമ്മനിയിലേക്ക് വരിക, ഫിനാൻഷ്യലി സെക്യൂർ ആകുക എന്നുള്ള രീതിയിലാണ് ഞാൻ നഴ്സിംഗ് എടുത്തത്. അപ്പോൾ അതിന് എടുത്ത് വന്നതിന് ശേഷം ഓരോ ദിവസവും ഞാനിപ്പോഴും പറയുന്നു, എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ജോലിയാണ് ചെയ്യുന്നത്. പക്ഷേ എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ പെർഫോമൻസ് അതിൽ എഫക്റ്റ് ചെയ്യില്ല. അടുത്ത 10 വർഷത്തിനുള്ളിലെങ്കിലും എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളൊരു ആഗ്രഹവുമുണ്ട്. കാരണം 5 വർഷവും 1 മാസവും കൂടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോയത് കഴിഞ്ഞ മെയ് മാസത്തിൽ.
അപ്പോൾ നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായ മറ്റൊരു റിയാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 5 വർഷം കൂടി പോകുന്ന ഒരാളാണ് ഞാൻ. നല്ലോണം ഡെവലപ്പായിട്ടുണ്ട്. ചൂട് നല്ലോണം കൂടിയിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധനങ്ങളുടെ വില നല്ല രീതിയിൽ ഞാൻ ഉണ്ടായിരുന്ന പോലെ ആയിരുന്നു. നല്ല രീതിയിൽ ഒരു സോഡ സർബത്ത് കുടിക്കാൻ നേരത്ത്, അല്ലെങ്കിൽ ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിക്കാൻ നേരത്ത് ഞാൻ പോയ സമയത്ത് ഉണ്ടായിരുന്ന വിലയും 5 വർഷം മുമ്പുണ്ടായ വിലയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ജോലി ഒരു +2 ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു ബേസിക് ജോലിയുടെ സാലറി തമ്മിൽ ഞാൻ പോയി വെച്ചിട്ട് നോക്കാൻ നേരത്ത് വലിയ രീതിയിൽ വ്യത്യാസം ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, നാട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. ഞാനപ്പോൾ ചെന്നപ്പോഴേക്കും എൻ്റെ സ്പെൻഡിങ് പവർ നല്ല രീതിയിൽ കൂടിയായിരുന്നു. അതായത് ഞാൻ ജർമ്മനിയിൽ ജീവിക്കുന്നു, യൂറോയിൽ ഏൺ ചെയ്യുന്നു. ഞാൻ ജർമ്മൻ സ്റ്റാൻഡേർഡ്സിൽ സ്പെൻഡ് ചെയ്യുന്നു. അതായത് ഒരു കോഫി പുറത്തുനിന്നാണ് കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇവിടെ മറ്റേ സ്മോൾ, മീഡിയം, ലാർജ് ആ ഒരു രീതിയിൽ. അപ്പോൾ ഒരു 7.5 യൂറോ അല്ലെ കോർബ് എന്നുള്ള സംഭവം ആ ഒരു സ്ഥലത്ത്, ഒരു കടയാണ് ജർമ്മനിയിലുള്ള ബ്രാൻഡാണ്. അപ്പോൾ അവിടെ നിന്ന് 7.5 യൂറോ ആണ് ഒരു ലാർജ് സൈസ് ഒരു ക്യാപ്പുച്ചിനോക്ക്. അപ്പോൾ അത് വെച്ച് നോക്കാൻ നേരത്ത് നാട്ടിൽ, അതായത് ഏകദേശം ഒരു 750 രൂപ. അപ്പോൾ എൻ്റെ സ്പെൻഡിങ് പവർ നല്ല രീതിയിൽ മാറി. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, നാട്ടിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ നാട്ടിലെ നേഴ്സുമാരോട് നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ അവരുടെ സാലറി കിട്ടാൽ സത്യം പറഞ്ഞാൽ അവരുടെ വർക്കും സാലറിയും കിട്ടാൻ കരഞ്ഞു പോകും നമ്മൾ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് നേഴ്സിങ് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് എന്താ പറയുക, ഇത് വേണ്ട എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എപ്പോഴാണ് അങ്ങനെ ചിന്തിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക പഠിക്കാനായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡിൽ സ്കോളർഷിപ്പ് കിട്ടി പഠിക്കാനായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക മെറിറ്റിൽ കിട്ടിയിട്ട് ആ ജസ്റ്റ് സെം ഫീസ് പോലെ എന്നുള്ള രീതിയിൽ. അപ്പോഴേ എനിക്ക് തോന്നുന്നു B2 വെച്ചിട്ട് പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം എനിക്കറിയില്ല. കാരണം എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാൾക്ക് B2 വെച്ചിട്ട് വന്നു, എന്നിട്ട് 6 മാസത്തിനുള്ളിൽ C1 കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പ്ലേസ് പോകും. 6 മാസമാണോ 3 മാസമാണോ എന്നറിയില്ല, പ്ലേസ് പോകും എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് പ്ലേസ് പോവുകയും ചെയ്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഇപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ഈ പറയുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒന്നും പറയാറില്ല. പിന്നെ ഇതിന് പുറകെ ജർമ്മനിയുടെ എക്കോണമി എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എന്തുമാത്രം സേഫ്റ്റി ഉണ്ടെന്നുള്ള കാര്യങ്ങളും പറയാറില്ല. അപ്പോൾ ഞാനീ പറയുന്നു, ഞാൻ മറ്റുള്ള വീഡിയോ ഇവിടെ വെച്ചിട്ട് ഏകദേശം ഒരു ചെറിയൊരു ക്ലാരിറ്റി വന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ ആർക്കും എന്ത് വേണമെങ്കിലും നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഫ്രീ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ആർക്കും എന്ത് വേണമെങ്കിലും പറയാം, എനിക്കും എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എഫക്റ്റ് ചെയ്യുന്നത്, അതായത് എനിക്ക് എൻ്റെ വികാരം അങ്ങോട്ട് കാണിക്കണം എന്ന് ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊന്നും കൂടി ആലോചിക്കണം. ഇത് സ്വപ്നം കണ്ടിട്ട് കേരളത്തിൽ തന്നെ ഇപ്പോൾ എത്ര പേര് ഇത് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ നേഴ്സാകാൻ വേണ്ടി കൊതിച്ചിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് കേൾക്കാൻ നേരത്ത് എന്താ പറയുക, ഒരു ഡൗട്ട് വരുന്നൊരു ഫീലാണ്. അല്ലെങ്കിൽ വേറെ രാജ്യത്തേക്ക് പോകാമെന്നുള്ളൊരു ഫീലാണ്. ഈ ഒരു നഴ്സിംഗ് എന്നുള്ള ഈ ഒരു ഹൗസ് പുള്ളിങ് എന്ന് പറയുന്നതൊരു ബാച്ചിലർ ഡിഗ്രി ഒന്നും അല്ല. ഇതൊരു എന്താ പറയുക, ഡിപ്ലോമ പോലത്തെ ഒരു സംഭവമാണ്. നിങ്ങൾ ഇതൊരു ഡിപ്ലോമ കോഴ്സ് പോലെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡിപ്ലോമ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു നേഴ്സും ഒരു ബാച്ചിലർ കൊടുത്തിട്ടുള്ള ഒരു നേഴ്സും അത് കഴിഞ്ഞ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം തുടർന്ന് പഠിക്കാനായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നിങ്ങളുടെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് തന്നെ ബേസായിട്ട് വെച്ചാൽ മതി മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് എന്താ പറയുക, ജർമ്മനിയിലേക്ക് എളുപ്പത്തിൽ വരാനായിട്ടും എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങളൊന്നും കൂടി ആലോചിക്കാൻ. ഞാൻ എൻ്റെ കഴിഞ്ഞ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്, ചാടിക്കറി വരുന്നതിന് മുമ്പായിട്ട് ആലോചിക്കുക എന്തൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ബാക്കിയുള്ള ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പറയുന്ന ഈ നെഗറ്റീവ് നഴ്സിംഗ് മോശമാണ്, ഇതാണ് സംഭവം. ഞാൻ 100% അവരോട് യോജിക്കണില്ല. എന്നാലും ഒരു 50-50 എന്നുള്ള രീതിയിലാണ്. കാരണം നഴ്സിംഗ് ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവരോട് നഴ്സിംഗ് കുഴപ്പമില്ല, ബാച്ചിലറാണ് നല്ലതെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ നഴ്സിങ്ങിന് പറ്റില്ല. നഴ്സിങ്ങിന് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് നാട്ടിൽ നിന്ന്. ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റിന്, ഹൗസ് ബിൽഡിങ്ങിന് ചാൻസ് കൂടുതൽ വരുന്നുണ്ട്. IT ഫീൽഡിലേക്ക് ഇഷ്ടംപോലെ ചാൻസുകൾ നമ്മൾ നാട്ടിൽ നിന്ന് ആൾക്കാർ പേപ്പർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനും കുറേ ചാൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് അപ്പോൾ അവരുടെ പേയ്മെൻറ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ജോലി കിട്ടിയതിന് ശേഷമുള്ള പേയ്മെൻറ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സാലറി തന്നെ എന്താ പറയുക, ഈ ഫോർ എക്സാമ്പിൾ നഴ്സിങ്ങിൻ്റെ ബേസ് സാലറി എന്ന് പറഞ്ഞത് കൂടാതെ തന്നെ ഈ സൂഷ്ലേഗി എന്ന് പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ
എന്താ അതിൻ്റെ കറക്റ്റ് വാക്കെന്ന് എനിക്കറിയില്ല. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഓഫ് ഡേയ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറിക്ക് പുറമെ ഇത്ര പെർസെൻറ്റേജ് സംഭവം കൂടി നിങ്ങൾക്ക് കൂടുതൽ പേയ്മെൻറ്റ് കിട്ടും. പിന്നെ നൈറ്റ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് എക്സ്ട്രാ പെർസെൻറ്റേജ് കൂടുതൽ കിട്ടും. പിന്നെ നിങ്ങളൊരു സൈക്യാട്രിയിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാത്തിനും പുറമെ സൈക്യാട്രിയുടെ ആൾക്കാർ ഇത് ഡേഞ്ചറസ് ആണെന്നുള്ള രീതിയിലുള്ള വലിയ ഇതൊക്കെ കിട്ടും. അപ്പോൾ ഇതൊക്കെ നഴ്സിങ്ങിൻ്റെ സാലറി ഒറ്റടിക്ക് പറയാൻ നേരത്ത് ഇതൊന്നും അവർ കൂട്ടാതെയാണ് ബേസ് ആയിട്ടുള്ള സാലറി എന്നുള്ള രീതിയിൽ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ നഴ്സിങ്ങിൽ തന്നെ ഇവർ ഈ പറയുന്ന സാലറി ബാച്ചലറിൻ്റെ എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ ലീസിങ് ഫിയമ്മ അല്ലെങ്കിൽ ലൈഫ് ഫിയമ്മ എന്നൊക്കെയുള്ള സംഭവം, അതായത് നഴ്സസിനെ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു കമ്പനികൾ. അപ്പോൾ അവരുടെ പേയ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുട്ബോൾ ആണെന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ചാമ്പ്യൻസ് ലീഗ് പോലെയാണ് പൈസയുടെ, നമുക്ക് തന്നെ പൈസ കയ്യിലേക്ക് ഒരു മാസം പണിയെടുത്തിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിയായി പോകും. ഇത് ഞാൻ അർഹിച്ച പൈസയാണെന്നുള്ള രീതിയിലുള്ള ലെവലിലുള്ള പൈസയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊന്നും പക്ഷേ ഈ പറഞ്ഞ ക്രിയേറ്റേഴ്സ് ഒന്നും പറയാറില്ല. അവരൊരു സൈഡ് മാത്രം ചെയ്ത് കേൾക്കുന്നു, എന്നിട്ട് ആ ഒരു സൈഡ് പറയുന്നു. ഞാനപ്പോൾ വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ്. അതായത് പിഞ്ച് ഓഫ് സോൾട്ട് എന്ന് പറയില്ല. അതായത് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ നഴ്സുമാരോടും നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം ഹാപ്പിയാണോ ഇവിടുത്തെ ജീവിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും ഞാൻ അത്ര ഹാപ്പി അല്ല ഈ ജോബിൽ. ഹാപ്പി ആണെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള സോഷ്യൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതായത് അവരുടെ ജോലി എന്നുള്ള രീതിയിൽ മറന്നുകൊണ്ടിട്ട് ബാക്കി സോഷ്യൽ ലൈഫ് കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ആൾക്കാരായിരിക്കും നഴ്സിംഗിൽ ഹാപ്പി ആണെന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അല്ലാണ്ടുള്ള ഭൂരിഭാഗം പേരും ഈ ജോബിൽ ഹാപ്പി അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ ചെയ്യുന്നത് 2 പേരുടെ ജോലിയാണ് ഏകദേശം. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ഇതിൻ്റെ ഒരു സ്റ്റേഷനിൽ തന്നെ എൻ്റെ ഇവിടുത്തെ ഈ സ്റ്റേഷനിൽ തന്നെ ഈ സ്റ്റേഷൻ ലീഡ് ചെയ്യുന്നൊരു പൊസിഷൻ ഉണ്ട്. പിന്നെ നോർമലി അയാൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ അയാൾ സിക്കാകുമ്പോൾ അയാൾക്ക് ബാക്കി കാര്യങ്ങളും ഏറ്റെടുക്കേണ്ട ഒരു പൊസിഷൻ ഉണ്ട്. പിന്നെ അത് കൂടാതെ ബാക്കിയുള്ള എന്നെപ്പോലെയുള്ള നോർമൽ വർക്കേഴ്സ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ 2 പൊസിഷൻ ഇവിടെ അതിനുള്ള ആൾക്കാർ വരാത്തതുകൊണ്ടിട്ട് ഞാനാണിപ്പോൾ ആ ഒരു ജോലി ചെയ്യുന്നത്. പക്ഷേ എനിക്ക് അവരുടെ സാലറി കിട്ടുന്നില്ല. കാരണം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഈ വൈറ്റർ ബിൽഡിങ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആ കോഴ്സ് ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ആ കോഴ്സ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ വന്നതാണ്. പക്ഷേ എന്താ പറയുക, ഈ ഒരു സമയത്ത് ഞാനിപ്പോൾ ആ ഒരു കോഴ്സ് ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കാനായിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു ക്വാളിറ്റിയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ക്വാളിറ്റികളെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഈ വീഡിയോ എൻ്റെ ഈ നഴ്സിംഗ് ഹോസ്പിറ്റലിൻ്റെ ഈ ഫുൾ വീഡിയോ ചാനലിൽ 5 വർഷത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ടായിരിക്കും പറയുന്നത്. വരുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിക്കും. ഇതിന് മുമ്പായിട്ട് തന്നെ ഞാൻ നഴ്സിങ്ങിൻ്റെ റിയാലിറ്റിനെ കുറിച്ചിട്ട് 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് തോന്നുന്നു. ഇപ്പോഴും അതിൽ ആൾക്കാർ കാണാറുണ്ട്, കമൻറ്റ് ചെയ്യാറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത വീഡിയോസാണെന്നൊക്കെ. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടി ഷുഗർ കോട്ട് ചെയ്തൊന്നും പറയുന്നതല്ല. മറ്റുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സിനും കുറച്ച് ശരിയുണ്ട്. പക്ഷെ അവർ പറയുന്നതിന് മുമ്പായിട്ട് എത്ര പേര് സ്വപ്നം കണ്ടിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ അവരുടെ ആ സംഭവങ്ങളും കൂടി ആലോചിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലിയർ പിക്ചറായിട്ട് പറയുക. അതല്ലാതെ അവിടെ നിന്ന് ഇവിടെ നിന്ന് തൊട്ടിട്ട് പറയുന്നില്ല. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ഒരാളെയും അങ്ങനെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഫ്രീ ആണ്. ഇത് എൻ്റെ മാത്രമുള്ളൊരു ഒപ്പീനിയൻ ഞാൻ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു.